ഓം നമ ശിവായ. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ധാരാളം സ്നേഹിതരുണ്ടാകുന്നവരും ഗുരുക്കന്മാരോടും ഭർത്താക്കന്മാരോടും ഭക്തിയുള്ളവരും എപ്പോഴും പ്രസാദഭരിതയായിട്ട് ഇരിക്കുന്നവരും തീരെ അഹങ്കാരമില്ലാത്തവരും ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും ഒന്നും ഭ്രമം ഇല്ലാത്തവരും പ്രഭുത്വം ഉള്ളവരും ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയവരും ആയിരിക്കും. ചന്ദ്രൻ്റെ നീച രാശിയായ വൃശ്ചികം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാകയാൽ പല പരിവർത്തനങ്ങൾക്കും പരിണാമങ്ങൾക്കും വിധേയമാകുന്ന ജീവിതമായിരിക്കും ഈ നാളിൽ പിറന്നവർക്ക്. ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യാധിപനായ ചന്ദ്രൻ നീചത്തിൽ വരുന്നത് കൊണ്ട് ഇവർക്ക് ഭാഗ്യം വരുന്നതും പോകുന്നതുമെല്ലാം വളരെ പെട്ടെന്നായിരിക്കും. അത് അറിയുകയുമില്ല. വൈകാരികമായി അല്പം ദുർബലത ഉണ്ടായിരിക്കുമെങ്കിലും കർമ്മ മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ഇല്ല. മനപ്രയാസങ്ങൾ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കും എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള ആർജവവും തൻ്റെടവും ഉള്ളവരാണ് ഈ നാളിലെ സ്ത്രീകൾ. മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും കാര്യമായ ഗുണമൊന്നും ഇവർക്ക് ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. കുടുംബജീവിതം വളരെ സന്തുഷ്ടി നിറഞ്ഞതും ആയിരിക്കും. ഇവർ നല്ല ബുദ്ധിശക്തിക്ക് ഉടമകളും സ്വഭാവ ശുദ്ധിയുള്ളവരും ദാമ്പത്യ സൗഭാഗ്യം അനുഭവിക്കുന്നവരും ആയിരിക്കും. ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിലെ കരുത്തും കൈത്താങ്ങും സ്നേഹവും ശക്തിയും ഒക്കെ ഇവരായിരിക്കും. പൊതുവിൽ മധ്യപ്രായത്തിന് ശേഷം ഇവർ ജീവിത വിജയം നേടുന്നവരായി കാണുന്നു. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമ ശിവായ.